ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒസൂറൊക്കെ കഴിഞ്ഞ് ഏകദേശം കൃഷ്ണഗിരി ബോർഡറിലാണ്. 2 ടോൾ ബൂത്തും കഴിഞ്ഞ് ഇരിക്കുകയാണ്. നല്ല മഞ്ഞായിരുന്നു രാവിലെ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു സൈഡിൽ നിർത്തി ഹൈവേയിലാണ്, കൃഷ്ണഗിരി ബോർഡർ ഹൈവേയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട്, വൈഫിൻ്റെ ഞാനുണ്ട്, ജേഷുണ്ട്. ജേഷാണ് കാർ ഓട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വെളുപ്പിലെ വിട്ടു, 4:45 വീട് വിട്ടു. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. രാവിലെ ട്രാഫിക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലപ്പി പോവാണ്. ആലപ്പി അതായത് കർണാടകയിലിരുന്ന് തമിഴ്നാട് സേലം വഴി പാലക്കാട് അങ്ങനെ പോയിട്ട് നേരെ ആലപ്പി പോകും. അതാണ് ഞങ്ങളുടെ രാവിലത്തെ ട്രിപ്പ്. ഇവിടെ JCBയുടെ ഒരു ഇതുണ്ട്, സൈറ്റിൽ കണ്ടാൽ മനസ്സിലാവും. JCB കമ്പനി വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് തമിഴ്നാടാണ്, എണ്ണം തമിഴ്നാടാണ് ഇത്. സോ വീഡിയോ എല്ലാവരും കാണുക. ഇനി അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്രയുടെ ഒരു കളി. കണ്ടോ, ഭയങ്കര യാത്രയായിരിക്കും. ഞങ്ങള് നല്ല കേരളത്തിലെ നല്ല സീനറികളൊക്കെ നമുക്ക് ഞാൻ കാണിക്കാം. നിറയുണ്ട്, നിറയെ പള്ളികള് കാണാം. ഇനി അങ്ങോട്ട് ഞങ്ങളെ യാത്ര വൻപിച്ച യാത്രയായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കൃഷ്ണഗിരി അടുക്കാറായി തോന്നുന്നു. ഭയങ്കര ഭംഗിയാണ്. ഇപ്പൊ കുറച്ച് സൂര്യൻ ഉദിച്ചു. ഇപ്പൊ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ട് സൂര്യൻ ലെഫ്റ്റ് സൈഡിൽ. സമയം ഇപ്പൊ 6:45, 6:43. ഞങ്ങൾ എവിടെയെങ്കിലും ചായ കുടിക്കാൻ നിർത്തും. ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് കുറച്ച് സ്റ്റോപ്പ്, ഒരു 15-20 നിമിഷം സ്റ്റോപ്പ് ചെയ്യും, ബ്രേക്ക്. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നോ? ആണേ, ഹായ് ഹായ്. ഇതൊക്കെയാണ് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഹൈവേ ആണ്, നമ്മൾ അങ്ങ് വരിക്കും ഹൈവേ ആണ്, സേലം വരെ ഹൈവേ. പിന്നെ അവിടെ നിന്ന് വേറെ സേലം. ഹായ്. പിന്നെ വേറെ എന്തുണ്ട്? എല്ലാരും ചായയൊക്കെ കുടിച്ചോ? രാവിലെ എല്ലാരും എഴുന്നേറ്റോ? ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കാം. എവിടെയെങ്കിലും ഞങ്ങളും ചായ കുടിക്കണം. ഹായ് ഹായ്. വണ്ടി ഓട്ടുന്നു, കുറെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴേ ചൂട് സ്റ്റാർട്ടായെന്ന് തോന്നുന്നു. തമിഴ്നാട് കയറിയ ചൂടാ.
എപ്പോ വന്നാലും ചൂടാ തമിഴ്നാട്ടിൽ. പള്ളിയിൽ പോവാണ്. കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അതായത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തിരിഞ്ഞ് ബാക്കിലോട്ട് നോക്കിയപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട പള്ളിയിൽ. അപ്പൊ അത് ഭയങ്കര ഒരു പുണ്യസ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് കൃപാസനം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും വെളിനാട്ടിൽ നിന്നും ഓൺലൈനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിളി കേൾക്കുന്ന മാതാവാണ് കൃപാസനം. അതിനുവേണ്ടി ഞങ്ങൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. ഞങ്ങൾ യൂട്യൂബ് കണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടം വരെ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ചൂടാ. ഡിവൈഡറിന് വേറെ നല്ല പൂക്കളുണ്ടാവും. ഡിവൈഡറിന്റെ സെന്ററിൽ നല്ല പൂക്കളുണ്ട്. നല്ല ഗ്രീനിഷ് പച്ച.